മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കി മാത്യു കുഴൽനാടൻ MLA. മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്നതാണ് രേഖകളെന്ന് MLA അവകാശപ്പെട്ടു. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി ഈ മാസം 6-ന് വീണ്ടും പരിഗണിക്കും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, മാത്യു കുഴൽനാടൻ നൽകിയ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ഹർജിയിലെ വിധി അതിങ്ങനെ നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കഴിഞ്ഞ തവണ കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ കുറച്ച് രേഖകൾ ഹാജരാക്കിയിരുന്നു. അത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടതിന് തെളിവായിട്ടുള്ള യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ കോടതിക്ക് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കഴിഞ്ഞ തവണ വിജിലൻസ് കോടതിയിൽ സ്വീകരിച്ച നിലപാട്. മാത്രമല്ല, റവന്യൂ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് വീണ്ടും മാത്യു കുഴൽനാടൻ 5 പുതിയ രേഖകൾ കൂടി ഇക്കാര്യത്തിൽ കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ 5ഉം മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ഇവരുടെ പങ്ക് തെളിയിക്കുന്നതാണ് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ്റെ അവകാശവാദം. പ്രത്യേകിച്ച് ഈ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളിൽ, അനധികൃതമായിട്ടുള്ള ഇടപാടുകളിൽ ഇവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഈ രേഖകൾ ഹാജരാക്കിയിട്ടുള്ളത്. ഈ കരിമണൽ കമ്പനിക്ക് എന്ത് ആനുകൂല്യം നൽകി എന്ന് ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ കോടതി ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലടക്കം മാത്യു കുഴൽനാടൻ വിശദീകരണം അത് നൽകേണ്ടി വരും. ഈ കേസ് വീണ്ടും ഈ മാസം 6-ന് പരിഗണിക്കുമെന്നുള്ളതും തിരുവനന്തപുരം CJM കോടതി ഒരു തീരുമാനമായി എടുത്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.